മലേഷ്യയിലെ കോലാലംപൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ. മലയ ഭാഷയിൽ ഇതിനെ ഡറ്റാറൻ മെർഡേക്ക എന്നാണ് അറിയപ്പെടുന്നത്. പ്രശസ്തമായ സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിങ്ങിന് മുമ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് ഇത് സെലാംഗൂർ ക്ലബ്ബ് പടാങ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് റോയൽ സെലാംഗൂർ ക്ലബ്ബ് ഉപയോഗിക്കാൻ തുടങ്ങി. 1957 ഓഗസ്റ്റ് 31 അർദ്ധരാത്രിയിൽ ആദ്യമായി ബ്രിട്ടീഷ് പതാക താഴ്ത്തുകയും മലേഷ്യൻ പതാക ഉയർത്തുകയും ചെയ്തത് ഇവിടെയാണ്. അതിനുശേഷം എല്ലാ വർഷവും സ്വാതന്ത്ര്യദിന പരേഡിൻ്റെ പ്രധാന വേദിയാണ് ഇവിടം. കോലാലംപൂരിൻ്റെ ആദ്യകാലങ്ങളിൽ ചൈനീസ് മലായ് സമൂഹങ്ങൾ ക്ലാങ് നദിയുടെ കിഴക്കൻ തീരത്ത് താമസമാക്കി. നദിയുടെ പടിഞ്ഞാറ് യഥാർത്ഥത്തിൽ യാപ് ഹഹ്ലോയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയായിരുന്നു. അത് കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചു. 1880 കൊളോണിയൽ ഭരണകൂടം സെലാൻഗോറിൻ്റെ തലസ്ഥാനം ക്ലാങ്ങിൽ നിന്ന് കോലാലംപൂരിലേക്ക് മാറ്റി. അന്നത്തെ ബ്രിട്ടീഷ് റെസിഡൻസ് വില്യം ബ്ലൂംഫീൽഡ് ഡഗ്ലാസ് പട്ടണത്തിലെ വൃത്തിഹീനമായ സാഹചര്യങ്ങളും നാട്ടുകാരിൽ നിന്ന് പ്രക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്ത് നദിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് സർക്കാർ കെട്ടിടങ്ങളും ജീവനക്കാരുടെ താമസ സ്ഥലങ്ങളും സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. അന്നത്തെ പരേഡ് ഗ്രൗണ്ട് പിന്നീട് പടാങ് ആയി മാറി. 10 വർഷത്തിന് ശേഷം 1892 ഒരു മികച്ച ക്രിക്കറ്റ് കളിക്കാരനായിരുന്ന ആക്ടിംഗ് ബ്രിട്ടീഷ് റെസിഡൻറ്റ് ഏണസ്റ്റ് ബിർച്ച് പിന്നീട് ക്രിക്കറ്റ് ഗ്രൗണ്ടായും കായിക വിനോദങ്ങൾക്കായും ഗ്രൗണ്ട് ഉപയോഗിച്ചു. 1890 സെലാൻഗോർ ക്ലബ്ബ് ഹൗസ് പണിതതാണ് ഇവിടെ. 1895 സെൻറ്റ് മേരീസ് പള്ളി പണിതത്. ലണ്ടനിലെ ട്രാഫൽഗർ സ്ക്വയറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പടാങ്ങിനെ സർക്കാർ ഒരു ചരിത്ര പാർക്കും വിനോദസഞ്ചാര ആകർഷണ കേന്ദ്രവുമാക്കി. സൈറ്റിന് ഡറ്റാരൻ മെർദേക്ക എന്ന് പേരിട്ടു. മലേഷ്യയിലെ കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന ബ്രിട്ടീഷ് പതാക താഴ്ത്തിയ പതാക തൂണായിരുന്നു സൈറ്റിൻ്റെ കേന്ദ്ര ബിന്ദു. 1989 ഒക്ടോബറിൽ പടാങ് ഡറ്റാരൻ മെർദേക്ക അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഈ കെട്ടിടം ഇൻഡോ സാരസൈനിക് അല്ലെങ്കിൽ നിയോ മുഗൾ ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ രൂപകൽപ്പന ചെയ്തതാണ്. സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തിച്ചേരുന്ന പ്രധാന ഇടം കൂടിയാണ് ഈ പ്രദേശം.